വിലക്കയറ്റം തന്നെ കൂടുതൽ. ഈ കേരളത്തിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ ഭരണം ഇറങ്ങി പോവാതെ ഒരു രക്ഷയും ഉള്ള കാര്യം തുറന്നു പറയാം. ശമ്പളങ്ങൾ കുറവ്, സാധനം വില കൂടി. ഭയങ്കര ദുരിതത്തിൽ തന്നെ. സാധനങ്ങളൊക്കെ ഭയങ്കര വില. സവാളയ്ക്ക്, ചെറിയ ഉള്ളിക്ക് ഒന്നും ജീവിക്കാൻ നിവൃത്തിയില്ല. മക്കൾക്കൊന്നും ഗവൺമെന്റ് ജോലിയുള്ള മക്കളൊന്നുമില്ല. 3 മക്കളുണ്ട്. നവകേരള 105 കോടി രൂപയുടെ ഒരു ബസ് ഇറക്കി, അതിന്റെ ബാക്കിൽ ഒരു 150 വാഹനവും ചെലവ് ചുരുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. നടുവൊടിക്കുന്ന വിലക്കയറ്റം സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതത്തിലേക്കോ? ജനാഭിപ്രായങ്ങളിലേക്ക്. സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടെന്നൊക്കെ പറയുന്നു. വിലക്കയറ്റം ഉണ്ടോ ശരിക്കും? പിന്നെ വിലക്കയറ്റം തന്നെ കൂടുതലും. നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ഭയങ്കര തീവ്ര, എല്ലാത്തിനും വില കൂടുതൽ തന്നെ. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ജീവിതമൊക്കെ അങ്ങനെ പോണു. പിന്നെ എന്ത് ചെയ്യാൻ? നമ്മൾ ജോലിയൊക്കെ ഉണ്ടോ? ജോലികളൊക്കെ കുറവ് തന്നെ. നമ്മൾ വീട്ടുവേലക്കല്ലേ പോകണം. ഒരു വീട്ടിൽ പോയാൽ 100 കിട്ടും, 200 കിട്ടും. കിട്ടുന്നതിനെ വാങ്ങിച്ചും കണ്ട് മിണ്ടാതെ വീട്ടിൽ കൊണ്ടുവന്ന് നാഴി അരിയോ എല്ലാം വാങ്ങിച്ച് പിള്ളേർക്ക് കാട്ടി കൊടുക്കും. സാധാരണ നേരത്തെ വിലക്കയറ്റം ഉണ്ടാവില്ലെന്നാണല്ലോ മുമ്പ് പറഞ്ഞ് സർക്കാർ അധികാരത്തിൽ വന്നത്. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. വില കൂടിയാൽ നമുക്ക് വാങ്ങിച്ച് തിന്നാലല്ലേ പറ്റൂ. മുന്നോട്ട് പോകണമെങ്കിൽ സാധാരണ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാധനത്തിന് വില കുറച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ അവസ്ഥ. അന്ന് 500 രൂപയും കൊണ്ട് കടയിൽ പോയാൽ ഒരു കാര്യം വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ നിലയിൽ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ ഭരണം ഇറങ്ങി പോവാതെ ഒരു രക്ഷയും ഉള്ള കാര്യം തുറന്നു പറയണം. അത്രയ്ക്ക് ദുരിതമാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമതും അധികാരത്തിൽ വന്നത്. അവർ വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് വില വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പം എല്ലാ സാധനത്തിനും വാണം പോലെ ഉയർന്നില്ല. ഇവിടെ സാധനങ്ങൾ അപ്പുറം സാധനങ്ങളെല്ലാം ഉണ്ട്, ഒന്നുമില്ല. അവർക്ക് ശമ്പളം കൊടുക്കാനുണ്ട്, അതില്ല. KSRT ശമ്പളം കൊടുക്കണുണ്ട്, ഇല്ല. അപ്പം ഈ സമസ്ത മേഖലയിലും ഇന്ന് കൊടുകാര്യസ്ഥമായ ഭരണമാണ് ഇപ്പം നടക്കുന്നത്. അഴിമതി ഭരണം മാത്രമാണ് ഇന്നിപ്പം മാറിയേ പറ്റൂ. മാറിയില്ലെങ്കിൽ രക്ഷപ്പെടുന്നു. ഇന്നത്തെ പത്രം പറഞ്ഞ് 3ാമതും 4ാമതും ഞങ്ങൾ തന്നെ വരുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ സാഹചര്യം വെച്ച് നവകേരളം വന്നതിൻ്റെ പേരിൽ 3ാമതും 4ാമതും ഞങ്ങളെ വരുവുള്ളെന്നാണ് ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവർ സ്വപ്നം കാണുക, ദിവാസ്വപ്നം കാണുകയാണ്. ഏത് ലോകത്താണ് ജീവിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. അതാണ് അവർ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് ഈ കേരളത്തിലല്ല, അവർ വേറെ ഏതോ രാജ്യത്ത് ജീവിക്കും പോലെയാണ് അവർ ഈ സ്വപ്നം കണ്ട് ഈ പറയണത്. ജനം അത്രയ്ക്ക് ദുരിതമാണ്. ജനങ്ങളായിട്ട് ബന്ധമില്ല, ജനമായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഇന്നത്തെ ഈ നവകേരള സദസ്സിൽ നവകേരള യാത്ര നടത്തിയിട്ട് അവർക്ക് പരാതികൾ വാങ്ങിക്കാൻ മാത്രമേ, അത് പ്രത്യേക ആൾക്കാരാണ്. ആ പരാതി വാങ്ങിച്ച് അത് എന്താണെന്ന് നോക്കാൻ പോലും അവർക്ക് സമയമില്ല. പിന്നെ ജനവുമായിട്ട് എന്തിനാണ് ഇവർ സമ്മർദ്ദം പോയിരിക്കുന്നത്? ഒരു ഇതുമില്ല. അവർ അടുത്ത ഇലക്ഷൻ ട്രെൻഡിങ്, അതാണ് അവരുടെ തീരുമാനം. അതിനുവേണ്ടി അതെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള ഒരു ടൂർ, നവകേരള 105 കോടി രൂപയുടെ ഒരു ബസ് ഇറക്കി, അതിൻ്റെ ബാക്കിൽ ഒരു 150 വാഹനവും ചെലവ് ചുരുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഒരു 150 വാഹനം അതിൻ്റെ ബാക്കിൽ. എവിടെയാണ് ചെലവ് ചുരുക്കുന്നത്? നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് രാവിലെ പ്രമുഖരായിട്ടാണ് പ്രാതൽ കഴിക്കുന്നത്. ഉച്ചയാകുമ്പോൾ വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ്. ഇതാണ് നവകേരളം. അവർക്ക് ഇതൊക്കെയാണ് നവകേരളം. ഈ ചെലവാക്കുന്ന പണം ഉണ്ടെങ്കിൽ ഇന്ന് ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൊടുത്ത് തീർക്കാം. ഒരു കൈരളയം നടത്തി, എന്ത് നടന്നു? കോടികൾ ചിലവായതല്ലാതെ ഒരു ഇതും നടന്നിട്ടില്ല. ഈ ഭരണം ഇതോടെ അവസാനിച്ചില്ലെന്നുണ്ടെങ്കിൽ ദുരിതം കൂടെ ഉണ്ട്. ശമ്പളങ്ങൾ കുറവ്, സാധനം വില കൂടി. ദുരിതം തന്നെ. എവിടെയെങ്കിലും ജോലി ചെയ്ത് 100 രൂപ കിട്ടി കൊണ്ടുവന്ന് അവർക്ക് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വല്ലതും വാങ്ങിക്കാൻ തികയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാലം വില കൂടുതലാണ് ഇപ്പം. എല്ലാത്തിനും വില കൂടുതൽ. ഒന്നും ജീവിക്കാൻ നിവൃത്തിയില്ല. മക്കൾക്കൊന്നും ഗവൺമെന്റ് ജോലിയുള്ള മക്കളൊന്നുമില്ല. 3 മക്കളുണ്ട്. കൂലിപ്പണി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കില്ല. അത്ര തന്നെ. പിന്നെ ഇതിട്ട് കൊണ്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചായക്കെങ്കിലും ആരടുത്തും ചെന്ന് ഓടിച്ചെന്ന് തെണ്ടേണ്ട ഇത് വരില്ല. അങ്ങനെയുള്ള എന്നുള്ള രീതിയിൽ ഇട്ട് പോകണം. ഭയങ്കര ദുരിതത്തിൽ തന്നെ. സാധനങ്ങളൊക്കെ ഭയങ്കര വില.
സവാളയ്ക്ക് ചെറിയ ഉള്ളിക്ക് പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കുമെന്ന് നമുക്ക് തന്നെ അറിയണം. എല്ലാത്തിനും ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പണക്കാർക്കൊന്നും അറിയണ്ട. അന്നന്ന് കഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര കഷ്ടം തന്നെ, വാങ്ങിക്കാൻ പറ്റൂല. ചെറിയ വരുമാനക്കാരന് വലിയ ബുദ്ധിമുട്ടല്ലേ ജീവിതം? അത് ഭയങ്കര വലിയ കഷ്ടം തന്നെ ജീവിതം. ഒരു ദിവസമൊക്കെ 500 രൂപ, ചിലപ്പോൾ 600, 700 ശമ്പളം കിട്ടണം. ഒരു കിലോ ഉള്ളി വാങ്ങണമെങ്കിൽ 150 രൂപയാണ്. അപ്പോൾ ഈ കിട്ടണതിൽ ആദ്യം ഉള്ളി മാത്രം വെച്ച് തിന്നാൽ മതി, ബാക്കി സാധനങ്ങളും വാങ്ങിക്കണം. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെ, കഷ്ടപ്പാടാണ്, ഭയങ്കര കഷ്ടപ്പാട് തന്നെ. എല്ലാത്തിനും ഒന്നുമില്ല. ജോലിയൊക്കെ ഉണ്ടോ? ജോലിയും കുറവ്, കാങ്ങട്ട് പണിക്കാണ് പോണത്. ഒരു പോയി കഴിഞ്ഞാൽ ഒരു 3 ദിവസം കാണും, ചിലപ്പോൾ 2 ദിവസം കാണും. ഇത്രയാണ് പാട്. ഇന്ന് പണിയില്ലായിരുന്നോ? ഇന്നില്ല. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി ജനം എങ്ങനെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിഭവത്തോടെ ജനങ്ങൾ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.